ഹലോ എവ്രിവൺ. KGF എന്ന ഒറ്റ ഫ്രാഞ്ചൈസി ഉണ്ട് ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസ് ചരിത്രം മാറ്റിമറിച്ച താരം. റോക്കി ബായി ആയി വന്ന ജനങ്ങളുടെ നെഞ്ചിൽ ഇടം പിടിച്ച യാഷ്. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഏതെന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ടോക്സിക് എന്ന പേര് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ സിനിമയുടെ ആദ്യ വിഷ്വലുകളും ടീസറും പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ പുകയുന്നത് ഒരു വൻ വിവാദമാണ്. എന്താണ് ആ വിവാദം? ഹിന്ദിയിൽ രൺബീർ കപൂറിനെ വെച്ച് സന്ദീപ് റെഡ്ഡി വാങ്കാസ് ചെയ്ത അനിമൽ എന്ന തരംഗ ചിത്രത്തിന്റെ അതേ കോപ്പിയാണോ യാഷിന്റെ ടോക്സിക്? അതോ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണോ? കേവലം 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ടീസറോ വിഷ്വൽ ക്ലിപ്സോ വന്ന് വീഴുമ്പോഴേക്കും ഇന്റർനെറ്റിലെ സിനിമാ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും രണ്ട് തട്ടിലായി പിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു വശത്ത് ഇതാ രൺബീർ കപൂറിന്റെ അനിമലിലെ അതേ സ്റ്റൈലിങ്ങും ആറ്റിറ്റ്യൂഡും അനുകരിക്കാനുള്ള ശ്രമമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. മറുവശത്താകട്ടെ KGFിലൂടെ പാൻ ഇന്ത്യൻ ആന്റി ഹീറോ ട്രെൻഡിന് തുടക്കമിട്ട യാഷിന് മറ്റൊരു നടനെയും കോപ്പി അടിക്കേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ആരാധകർ. ഈ തർക്കം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും 3 കാരണങ്ങളാണ് ആനിമൽ സിനിമയുമായി ഇതിനെ കണക്ട് ചെയ്യാൻ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് ആൽഫ മെയിൽ അഥവാ അതിരുകടന്ന വയലൻസും ടോക്സിക് ആറ്റിറ്റ്യൂഡുമുള്ള നായക കഥാപാത്രം. അനിമലിൽ രൺബീർ കപൂർ അവതരിപ്പിച്ച രൺ വിജയ് എന്ന കഥാപാത്രം സിഗരറ്റും തോക്കും ചോരയും നിറഞ്ഞ ഒരു ഡാർക്ക് ലുക്കിലായിരുന്നു എത്തിയത്. യാഷിന്റെ ടോക്സിക് ഗ്ലിംസിലും സമാനമായ രീതിയിൽ ചുരുട്ടും പിടിച്ച് വലിയ തൊപ്പിയും വെച്ച് ഡാർക്ക് ഗാങ്സ്റ്റർ ഷെയ്ഡിലാണ് കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമത്തേത് സിനിമകളുടെ തലക്കെട്ടുകൾ തന്നെയാണ്. അനിമൽ എന്ന പേര് മനുഷ്യനിലെ മൃഗീയ സ്വഭാവത്തെയും ടോക്സിസിറ്റിയെയും കാണിച്ചതുപോലെ ടോക്സിക് എന്ന പേര് അതിര് കടന്ന ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ ഒരു മാസ്കുലിൻ വയലൻസിനെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നു. മൂന്നാമതായി വിഷ്വൽ കളർ പ്ലേറ്റും പശ്ചാത്തല സംഗീതവും സൃഷ്ടിക്കുന്ന ആ ഡാർക്ക് മോഡ് തന്നെയാണ് ആളുകളെ ഈ 2 ചിത്രങ്ങളെയും ഒരേ തട്ടിൽ വെച്ച് താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ താരതമ്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഗൗരവപരമായി കാണേണ്ട ചില വസ്തുതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചിത്രത്തിന്റെ സംവിധായിക. രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ലയേഴ്സ് ഡൈസ് അതുപോലുള്ള മലയാളത്തിൽ വലിയ നിരൂപക പ്രശംസ നേടിയ മൂത്തോൻ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത ഗീതു മോഹൻദാസ് ആണ് ടോക്സിക് ഒരുക്കുന്നത്. തികച്ചും സ്വതന്ത്രവും ആഴത്തിലുള്ളതുമായ സിനിമാറ്റിക് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ സംവിധായിക വെറും ഒരു മാസ് വയലൻസ് അല്ലെങ്കിൽ അനിമൽ മോഡൽ സിനിമ മാത്രം ചെയ്യാൻ യാഷുമായി കൈകോർക്കും എന്ന് കരുതുന്നത് തികച്ചും ലളിതവൽക്കരിച്ച ഒരു ചിന്തയാണ്. മൂത്തോൻ എന്ന സിനിമ എടുത്തു നോക്കിയാൽ അറിയാം. അതിലെ ലക്ഷദ്വീപ് പശ്ചാത്തലവും മുംബൈയിലെ അധോലോകവും അവിടെയുള്ള കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങളും എത്രത്തോളം ആഴത്തിലാണ് ഗീതു ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു സംവിധായിക യാഷിനെ പോലൊരു പാൻ ഇന്ത്യൻ സൂപ്പർ താരത്തെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അവിടെ എ ഫെറി ടെയിൽ ഫോർ ഗ്രൗണ്ട്സ് അപ്പ് അഥവാ മുതിർന്നവർക്കുള്ള ഒരു ഉപകഥ എന്ന ടാഗ്ലൈൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വളരെ ശക്തമായ മറ്റൊരു രാഷ്ട്രീയവും കഥാപരിസരവും ഉണ്ടാകാനാണ് സാധ്യത. KGF എന്ന ബ്രാൻഡ് സൃഷ്ടിച്ച ആന്റി ഹീറോ ഇമേജിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനാണ് യാഷും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്ന ഇത്തരം വിവാദങ്ങൾ സിനിമയുടെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിനെക്കുറിച്ച് പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചകൾ ഉണ്ടാകുക എന്നത് ചെറിയൊരു കാര്യമല്ല. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനപ്പുറം ആ സിനിമയെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ജനങ്ങളിൽ നിലനിർത്താൻ ഇത്തരം താരതമ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1 മിനിറ്റുള്ള വിഷ്വൽ ടീസർ കണ്ടുകൊണ്ട് ഒരു സിനിമയുടെ മുഴുവൻ സ്വഭാവത്തെയും വിധി എഴുതുന്നത് തികച്ചും അപ്രായോഗികമാണ്. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അനിമൽ നിർമ്മിച്ച അതേ ശൈലിയിലുള്ള സിനിമയായിരിക്കില്ല ഗീതു മോഹൻദാസിന്റെ ടോക്സിക്. പകരം ഒരു ഡാർക്ക് ആക്ഷൻ ത്രില്ലറിന്റെ മറവിൽ അതിലും ശക്തമായ എന്തോ ഒന്ന് പ്രേക്ഷകർക്കായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കരുതുന്നതാവും കൂടുതൽ ശരി. പാൻ ഇന്ത്യൻ സിനിമകളുടെ ഈ യുഗത്തിൽ
യാഷും ഗീതു മോഹൻദാസും ചേരുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു നാഴികക്കല്ലാകുമോ, അതോ ഈ വിമർശനങ്ങൾ പോലെ വെറും ഒരു ട്രെൻഡ് അനുകരണമാകുമോ എന്നത് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം നമ്മുടെ ഈ ഒരു പുതിയ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ന്യൂ ടോക്ക് മീഡിയ എന്ന ചാനലിന്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പ്രൊഫൈലുകൾ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. താങ്ക്